അഷ്ടമുടി കായലിൻ്റെ തീരത്തുള്ള വളരെ മനോഹരമായ ഒരു ഷാപ്പാണിത്. ഇത്രയും കിടിലം ആംബിയൻസ് ഉള്ള ഷാപ്പ് ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടു കാണില്ല. ഈ കാണുന്ന 7 കിലോയുള്ള കാളാഞ്ചി മീനിനെ നമ്മൾ വന്ന ഉടനെ അങ്ങ് വാങ്ങി. റെഡിയാകുമ്പോഴേക്കും എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോഴേക്കും കള്ളിന് തൊട്ടടിക്കാൻ കല്ലുമ്മക്കായ ഫ്രൈയും കേരക്കറിയും പറയാം. ഒരു റിസോർട്ട് പോലെ മനോഹരം കാസ്കേഡ് ഐലൻഡ് ഷാപ്പ്. ഈ ഐലൻഡ് ഈ ഷാപ്പിന് വേണ്ടി മാത്രമുള്ളതാണ്. ഒരു റിസോർട്ടിൻ്റെ എല്ലാ ആംബിയൻസും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. കള്ളൊന്ന് സിപ്പ് ചെയ്തിട്ട് നല്ല എരിവുള്ള മീൻകറി നടുവിരലിൽ തൊട്ട് നാക്കിൻ്റെ തുമ്പിലൊന്ന് തൊടണം. ഓ സ്വർഗം! ഇതുപോലെ കായലിൻ്റെ അടിയിൽ നിന്നും മീനുകളെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചിട്ടേ പൊരിച്ചു തരൂ എന്ന വാശിയാണ് ഷാപ്പുകാർക്ക്. ഇത് അമൂറാണ് മീൻ. ഇതിനെ നമ്മൾ വാങ്ങിയതാണ്. ഇത് 1 കിലോയ്ക്ക് മുകളിലുണ്ടായിരുന്നു. ഇതൊരു ന്യൂ ജനറേഷൻ കള്ള് ഷാപ്പ് വിത്ത് ഫാമിലി റെസ്റ്റോറൻ്റ് എന്ന് പറയാം. ഇത് കാളാഞ്ചി ഫ്രൈ ആണ്. തലക്കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വരും. ഇത് കാളാഞ്ചി തലക്കറിയാണ്. ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കറി വയ്ക്കാനാണ് പറഞ്ഞത്. കാര്യം സെർവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണത്. ഈ തല ഫുള്ളായിട്ട് കറി വെച്ചിട്ട് മസാല പുരണ്ടിരിക്കുന്നതാണ് കാണാനൊരു ചന്തം. ഇവിടെ ഫിഷ് കറി മീൽസ് ഉണ്ട്. നമ്മൾ മുകൾ നിലയാണ് തിരഞ്ഞെടുത്തത്. അഷ്ടമുടി കായലിലെ കാറ്റേറ്റിരിക്കാൻ പറ്റിയ സ്ഥലം ഇവിടം തന്നെയാണ്. ഇനി കാളാഞ്ചി കറി വരാനുണ്ട്. അത് പാഴ്സൽ ചെയ്തെടുക്കേണ്ടി വരും. നമ്മുടെ കാഴ്ചയുടെ ലിമിറ്റഡ് ഏരിയയിൽ തന്നെ കുറച്ച് ഐലൻഡുകളുണ്ട്. ആ കാണുന്നതാണ് മേരി ലാൻഡ്. ഇവിടെ കയാക്കിംഗ് ഏരിയ ഉണ്ട്. മണിക്കൂറിന് 200 രൂപയാണ് ചാർജ്. ഈ അഷ്ടമുടി കായലും ഇവിടുത്തെ കാറ്റും ഈ തുരുത്തുകളും ഓർമ്മയിൽ അങ്ങനെ കിടക്കും. നിങ്ങളുടെ ഓർമ്മയുടെ ചെപ്പിൽ സൂക്ഷിക്കാൻ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. തുരുത്തിലെ ചെറിയ സ്വർഗത്തിൽ നിന്നും തിരികെ പോകാൻ സമയമായി. ഒരിക്കൽ കൂടി വരണം. ഈ തുരുത്തുകളൊക്കെ കാണണം. ഗുഡ് ബൈ കാസ്കേഡ് ഐലൻഡ്. ഇതിന്റെ ലൊക്കേഷൻ കൊല്ലത്ത് മുക്കാട് പള്ളിക്ക് സമീപം അഷ്ടമുടി